ഫലസ്തീനൊപ്പം നിന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആണെങ്കിലും മുട്ടൻ പണി കൊടുക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത്തരത്തിൽ ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മുട്ടൻ പണിയുടെ കാര്യവും കഥയുമാണ്. കാരണം ട്രംപ് കട്ടക്കലിപ്പിലാണ്. കഴിഞ്ഞ ദിവസം വാഷിങ്ടണിൽ രസകരമായ എന്നാൽ രാഷ്ട്രീയ ഗതിവിധികൾ മാറ്റിമറിക്കാൻ കാരണമായേക്കാവുന്ന നിരവധി കാരണങ്ങളിൽ ഒന്നാകാൻ പോകുന്ന ഒരു പ്രധാന സംഭവമുണ്ടായി. UN അസംബ്ലിയിൽ ഫലസ്തീനെ രാജ്യമായി അംഗീകരിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ന്യൂയോർക്ക് നഗരത്തിലൂടെ തൻ്റെ കാറിൽ ഫ്രഞ്ച് എംബസി ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. മാക്രോണിന് പോവേണ്ട റോഡ് ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്നതായി പൊടുന്നനെ തന്നെ കാണുന്നു. കുറേ സമയം പ്രസിഡന്റ് കാറിൽ ഇരുന്നു. പിന്നീട് എന്താണ് ഈ സംഭവം എന്നറിയാൻ ഫ്രഞ്ച് പ്രസിഡന്റ് നേരിട്ട് തന്നെ കാറിൽ നിന്നിറങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു. പ്രസിഡന്റ് ട്രംപിന്റെ കോൺവോയ് വാഹനങ്ങൾ ഉടൻ എത്തുമെന്ന സന്ദേശം ലഭിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം എന്നായിരുന്നു റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയത്. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ കോൺവോയ് ടീമിന് നേരത്തെ അനുവദിച്ച യാത്രയും വഴിയുമാണ് പൊടുന്നനെ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൊട്ടിയടക്കപ്പെടുന്നത്. തുടർന്ന് ഇമ്മാനുവൽ മാക്രോൺ ഫോണിൽ ട്രംപിനെ ബന്ധപ്പെടുകയാണ്. ഹൗ ആർ യു മിസ്റ്റർ പ്രസിഡന്റ് എന്ന് തുടങ്ങിയ സൗഹൃദ സംഭാഷണത്തിൽ ഒടുവിൽ ട്രംപിൽ നിന്നുള്ള മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ: നിങ്ങൾ കാറിൽ നിന്നിറങ്ങി നടന്നുകൊള്ളൂ എന്ന്. ഇതോടെ തിരിച്ചടിയേറ്റ ഫ്രഞ്ച് പ്രസിഡന്റും സംഘവും റോഡരികിലൂടെ നടക്കുന്ന രംഗമാണ് കണ്ടത്. ഓരോ കാലടികൾ മുന്നോട്ട് വെക്കുമ്പോഴും പ്രസിഡന്റ് ട്രംപിനോടുള്ള അരിശം മക്രോണിന്റെ മുഖത്തുണ്ടായിരുന്നു. നഗരവീതിയിലൂടെ ഫ്രഞ്ച് പ്രസിഡന്റ് നടക്കുന്നത് കണ്ട ആളുകൾ കൂട്ടമായെത്തി അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്നതും മറ്റ് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. ഏതായാലും ഇത് വലിയ വാർത്തയായിരിക്കുകയാണ്. ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം അത് വളരെ വലിയ തരത്തിൽ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫലസ്തീനെ അംഗീകരിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ഫ്രാൻസ് പോലെയുള്ളൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ട്രംപ് അപമാനിച്ചു എന്ന കാര്യമാണ് ഫ്രഞ്ചുകാർക്കിടയിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച. മുൻപ് നെതന്യാഹുവിൻ്റെ വ്യോമഗതാഗതം തുർക്കി റദ്ദാക്കിയതിനെ തുടർന്ന് നെതന്യാഹുവിൻ്റെ യാത്ര റദ്ദായത് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു. അതുപോലെ ഈ സംഭവവും മാറുകയാണ്. അമേരിക്കൻ സഖ്യകക്ഷികളായിരുന്ന ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനോട് കടുത്ത വിയോജിപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് ഈ വിഷയം രൂപാന്തരപ്പെട്ടേക്കും എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നവരുണ്ട്. ഇക്കാലം അത്രയും അമേരിക്കയുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും അധിനിവേശങ്ങൾക്കും കൂട്ടുനിന്ന രാജ്യമായിരുന്നു ഫ്രാൻസ്. എന്നാൽ ഗസക്കെതിരായ ഏകപക്ഷീയമായ ഈ നീക്കത്തിൽ ഫ്രാൻസ് അമേരിക്കക്കൊപ്പമില്ല. ഫ്രാൻസിൽ നിന്നുള്ള ഈ നീക്കം അമേരിക്കയെ തീർത്തും ഒറ്റപ്പെടുത്തിയിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയാണ് ട്രംപിൻ്റെ പ്രതികാരവും ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തോ ഫ്രാൻസിന് മേൽ ഇറക്കുമതി തീരുവയും മറ്റും ഏർപ്പെടുത്തുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് നയതന്ത്ര തലത്തിൽ എങ്ങനെയൊക്കെ ഇതിൻ്റെ അനുരണനങ്ങൾ ഇനി ഉണ്ടാകും എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.